ഡോക്ടർ രാജ്. താങ്കൾക്കും കുക്കി ആസ്ട്രോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ന്യൂമറോളജിയിൽ നമ്പേഴ്സ് 1 to 9 പ്രഡിക്ഷൻസും നമ്മുടെ ലൈഫിനെ ഇമ്പാക്ട് ചെയ്യുന്ന ഇൻഫ്ലുവൻസസും നമുക്ക് നോക്കിയാലോ. വെൽക്കം, താങ്ക് യു. ഇന്നത്തെ വീഡിയോ മാഡം പറഞ്ഞ പോലെ 2026 കുറിച്ച് പറയാൻ വേണ്ടിയാണ്. സോ അതിനു മുമ്പ് നമ്മൾ പറയുമ്പോൾ 2025 ഈ പോയ വർഷത്തെ കുറിച്ച് പറയാണ്ട് നമുക്ക് 2026 വരാൻ പറ്റത്തില്ല. സോ 2025 ബേസിക്കലി യൂണിവേഴ്സൽ ഇയർ 9 ആയിരുന്നു. 9 എന്ന് പറഞ്ഞ മാർസ് മംഗൾ നമ്പറുമായിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ന്യൂമറോളജിയിൽ. സോ ഈ ഒരു നമ്പറിനെ റെപ്രസെന്റേഷൻ വെച്ചിട്ട് കഴിഞ്ഞ കൊല്ലം മിക്കവാറും ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഇയർ ആയിരുന്നു. ടോട്ടലി ഈ ഓൾ വേൾഡ് എടുത്തു യൂണിവേഴ്സൽ ഒത്തിരി യുദ്ധങ്ങൾ നടന്നു. നമ്മുടെ ഇന്ത്യയിലും യുദ്ധം ഉണ്ടായി, ഇന്ത്യ പാകിസ്ഥാൻ. അതേപോലെ തന്നെ ഒത്തിരി അഗ്രസീവ് ആയിട്ടുള്ള ബ്ലഡ് ഷെഡ് പലയിടത്തും നടന്നു. ഇതൊരു യൂണിവേഴ്സൽ തീമാണ് ആക്ച്വലി നമ്പറിന്റെ. പക്ഷെ ഇത് കൂടാണ്ട് ആൾക്കാർക്ക് യൂണിവേഴ്സൽ ആയിട്ട് ഇതൊക്കെ എല്ലാ വർഷവും കുറെയൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മൾ ഈ യൂണിവേഴ്സൽ പ്രഡിക്ഷനിലേക്ക് പോകുമ്പോൾ ആൾക്കാർ 2025 ഇങ്ങനെയൊക്കെ നടക്കും, അല്ലെ 2026 ഇങ്ങനെയൊക്കെ നടക്കും എന്ന് പറയും. ഇത് ഒരു പരിധിവരെ എല്ലാ വർഷവും നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ആ ഒരു വർഷം ആ എനർജി കുറേയും കൂടെ കൂടുതലായിരിക്കും. ഇപ്പൊ ഓരോ സ്ഥലവും രാജ്യവും അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാരും അവിടുത്തെ ജോഗ്രഫിയൊക്കെ ഇതിനെ മാറ്റർ ചെയ്യുന്നുണ്ട്. അതിന് ഓരോ പ്ലാനറ്റ് കണക്ഷൻ ഉണ്ട്. ഇതനുസരിച്ചായിരിക്കും അവിടെ ഓരോ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ അതെല്ലാം കൂടെ നമുക്കൊരു പ്ലാനറ്റിനെ മാത്രം വെച്ചോണ്ട് അല്ലെങ്കിൽ ഒരു നമ്പറിനെ വെച്ചുകൊണ്ട് ഫുള്ളായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എങ്കിലും ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ആയിരുന്നു ഈ പറഞ്ഞ പോലെ അഗ്രസീവ് നേച്ചർ ഓഫ് നമ്പർ 9. അത് 2025 നടക്കുകയും ചെയ്തു. അപ്പൊ ഇതുപോലെ തന്നെ നമ്മൾ 2026 പ്രഡിക്ഷനിലേക്ക് വരുമ്പോൾ അതേപോലെ തന്നെ ഓരോ ഇൻഡിവിജ്വൽ ആൾക്കാരുടെയും കൂടെ കാര്യങ്ങളിലേക്കും വരാം. അപ്പൊ എന്നാന്ന് വെച്ചാൽ 2025 ബേസിക്കലി 9 നമ്പർ ആവുമ്പോൾ പലരുടെയും ജീവിതത്തിൽ ഈ 9 നമ്പർ പേഴ്സണൽ ഇയർ വരുമ്പോൾ, അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പേഴ്സണൽ ഇയർ കാൽക്കുലേഷൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ആൾക്കാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പൊ ഈ പേഴ്സണൽ നമ്പർ 9 വരുമ്പോ ആരുടെയാണോ ജീവിതത്തിൽ പേഴ്സണൽ നമ്പർ 9 വരുന്നു അവർക്കൊക്കെ ഈ ലൈഫിൽ അല്ലെങ്കിൽ ബേസിക്കലി കഴിഞ്ഞ കൊല്ലം പലർക്കും തന്നെ ഒരു 80 to 90% ആൾക്കാർക്കും അവരുടെ ജോലി, അവരുടെ സ്ഥലം, അവരുടെ റിലേഷൻഷിപ്പ് അല്ലെ അവരുടെ പല കാര്യങ്ങൾക്കും ബ്രേക്ക് വന്നിട്ടുണ്ടാവും. പക്ഷെ എൻഡ് ഓഫ് ദി ഇയറിലേക്ക് വരുമ്പോൾ അവരൊരു പുതിയ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലേക്കുമാണ് വരുന്നത്. പുതിയൊരു ഇയറിന് നമ്പർ 1 വെൽക്കം ചെയ്യാനുള്ള ഒരു ഇത് അവർക്ക് കിട്ടുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ പുതിയൊരു സ്ഥലത്തേട്ട് പോകാൻ, പുതിയൊരു ഓപ്പർച്യൂണിറ്റി, പുതിയ ജോലി, പുതിയ റിലേഷൻഷിപ്പ്, ഇതിനുള്ള സാധ്യതകളൊക്കെ തെളിഞ്ഞുകൊണ്ടാണ് ന്യൂ ഇയർ വരാൻ പോകുന്നത്. അല്ലെങ്കിൽ നമ്പർ 1 പേഴ്സണൽ ഇയർ ആയിട്ട് ഈ യൂണിവേഴ്സൽ ആയിട്ടുള്ള ഇതിന് വരാൻ പോകുന്നു. അപ്പൊ ഈ എനർജീനെ കുറിച്ച് പറയുമ്പോൾ പലർക്കും അറിയാൻ മേലാത്തൊരു വലിയൊരു കാര്യമാണ് ഇപ്പോഴത്തെ നമ്മുടെ ന്യൂമറോളജി കാൽക്കുലേഷൻ കൂടുതലും ചൈനീസ് ബേസ്ഡ് ആണ്. വേൾഡിൽ 90% ആൾക്കാരും പ്രാക്ടീസ് ചെയ്യുന്ന ലോഷോ ഗ്രേഡ് ന്യൂമറോളജി ആക്ച്വലി സ്റ്റാർട്ടഡ് ഫ്രം ഇന്ത്യ. ബട്ട് അത് റിസർച്ച് എല്ലാം ചെയ്ത് ഡെവലപ്പ് ചെയ്തത് ചൈനയിലാണ്. അപ്പൊ ചൈനീസ് അവർ നമ്മുടെ മാർഷ്യൽ ആർട്ടായ കളരിപ്പയറ്റുവിനെ കൊണ്ടുപോയി അവരുടേതായിട്ടുള്ള മാർഷ്യൽ ആർട്സ് എല്ലാം ഉണ്ടാക്കിയതുപോലെ അങ്ങനെ പല കാര്യങ്ങളും ചൈനീസ് ആർ വെരി ഗുഡ് ഇൻ കോപ്പിംഗ്. അപ്പൊ ആ ഒരു ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പൊ അവര് പക്ഷെ അത് നല്ല രീതിയിൽ അതിനെ ഓർഗനൈസ് ചെയ്തു. അപ്പൊ അവരുടെ ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ആക്ച്വലി ഫ്രം ഫെബ്രുവരി 5th. അപ്പൊ ഈ ഫെബ്രുവരി 6th തുടങ്ങിയായിരിക്കും ഇത് ശരിക്കും ഒരു ആക്ടിവേഷൻ വരുന്നത്. പക്ഷെ അപ്പൊ അതുകൊണ്ട് ആൾക്കാർ പറയും ഓക്കെ എന്റെ ജനുവരി സ്റ്റാർട്ട് ചെയ്തു, എന്റെ സമയത്തിലൊന്നും നിങ്ങൾ പറഞ്ഞ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അത് ആക്ച്വലി വരാൻ പോകുന്നത് ഈ പറഞ്ഞ പോലെ ഫെബ്രുവരി തുടങ്ങി അവർക്ക് അവരുടെ ഇതിനകത്ത് കാണാൻ പറ്റും കൂടുതലായിട്ട്. സോ എനിവേ നമുക്ക് നമ്പർ 1 വരുമ്പോൾ അപ്പൊ ഈ 1 നമ്പറുകാര് അവരുടെ പേഴ്സണൽ ഇയർ 1ഉം അതേപോലെ തന്നെ അവരുടെ ഒരാളുടെ കാര്യം പറയുമ്പോൾ ബേസിക്കലി അവരുടെ മൂലാങ്കിനെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതിനകത്ത് കണക്ട് ചെയ്യുന്നത്. ഈ മൂലാങ്ക് 1 ആയിട്ട് വന്നവർക്ക് ഈ പ്രാവശ്യം ന്യൂ ഇയർ ഇപ്പൊ 2026 അവർക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് വരാൻ പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ പറയും 2 രാജാക്കന്മാർ ഒന്നിക്കാൻ പോകുന്ന ഒരു രീതിയിലുള്ള എനർജി. അപ്പൊ ഒത്തിരി കാര്യങ്ങൾ തുടക്കത്തിനൊക്കെ വളരെ നല്ലൊരു പീരീഡ് ആണ്. അപ്പോ ആ എനർജി അവർ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. അവരുടെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത്രയും എനർജി വരുമ്പോൾ അല്ലെങ്കിൽ ഒത്തിരി കാര്യങ്ങളുടെ ഒരു പവർ വരുമ്പോൾ അവർ കുറച്ച് ഈഗോയിസ്റ്റിക് ആയി മാറാനുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ അതൊക്കെ കൺട്രോൾ ചെയ്തിട്ട് തീർച്ചയായിട്ടും അവരുടെ എനർജിനെ നന്നായിട്ട് ഡൈവേർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്പർ 1 ആണെങ്കിൽ ഈ പേഴ്സണൽ ഇയർ 1 വന്നവർ തീർച്ചയായും അവരുടെ ഫാദറിന്റെ ബ്ലെസ്സിങ് എടുക്കുക. ഈ പറഞ്ഞ പോലെ സൂര്യ നമസ്കാരം സ്റ്റാർട്ട് ചെയ്തതും അതുപോലെ തന്നെ സൂര്യന്റെ ബ്ലെസ്സിങ് എടുക്കുക എന്നുള്ള റെപ്രസെന്റേഷൻ, സൂര്യനെ നമ്മൾ ഫാദർ ആയിട്ടാണ് കണക്കാക്കുന്ന ന്യൂമറോളജിയിൽ. ഫാദറിന്റെ ബ്ലെസ്സിങ് എടുക്കുക. അപ്പൊ സൂര്യ നമസ്കാരം ചെയ്യാൻ പറ്റുന്ന അത് ചെയ്യുക. അപ്പോ ഇങ്ങനത്തെ 1-2 റെമഡീസ്, അതുപോലെ നേരത്തെ എണീക്കുക, ഈ ടൈം പങ്ക്ച്വാലിറ്റി,
അതൊരു കൺസിസ്റ്റന്റ് ആയിട്ട് ആ ഒരു ടൈമിൽ തന്നെ എണീക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ സൂര്യന്റെ ബ്ലെസ്സിങ്ങിൽ വളരെ നല്ലതാണ്. അതേപോലെ തന്നെ ഈവൻ നമ്മൾ സൂര്യന്റെ ബ്ലെസ്സിങ് ഇത് പറയുമ്പോൾ ആക്ച്വലി എല്ലാ മൂലാംഗ ആൾക്കാർക്കും ഇത് ബാധകമല്ലേ? ഏർലി റൈസിങ്, സൂര്യന് വെള്ളം കൊടുക്കുക, അതെ, പർട്ടിക്കുലർലി തീർച്ചയായിട്ടും. ഒന്ന് നമ്പർ വരുന്നവര് കൂടുതൽ പർട്ടിക്കുലർ ആയിട്ട് ചെയ്യുക അല്ലെ? യെസ്, ഏർലി റൈസിങ് ഈ സൺറൈസിന്റെ ടൈമിൽ എണീക്കുക, അല്ലാതെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എണീക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാ സ്ഥലത്തും ആൾക്കാർ അതെ നമ്മുടെ കൾച്ചറും കൂടാണ്. കാരണം സൂര്യന് അത്രമാത്രം പോസിറ്റീവ് എനർജി, ഇത്ര പ്യുവർ ആയിട്ടുള്ള ഒരു എനർജി ഫോം നമുക്ക് വേറെ ഇല്ല. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഒരു പ്ലാനറ്റ് ആണ് സൂര്യൻ. അപ്പൊ മാഡം ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്ന പോലെ നമ്പർ 1ന്റെ ഇതൊക്കെയാണ് പ്രത്യേകത. അപ്പൊ അവരെ സംബന്ധിച്ച് വളരെ നല്ലൊരു ഇയർ ആണ്. പറഞ്ഞ പോലത്തെ ഈ റെമഡീസും കൂടെ ത്രൂ ഔട്ട് ഇയർ അവർ ചെയ്യുക. അതുപോലെ തന്നെ ഓൾ ലൈഫ് ടൈം ഈ പറഞ്ഞ റെമഡീസ് ഒക്കെ എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. സോ ഇതാണ് നമ്പർ 1നെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്പർ 2. ഇപ്പൊ കഴിഞ്ഞ കൊല്ലം ഈ നമ്പർ 2 ആൾക്കാർക്ക് അവർക്ക് പേഴ്സണൽ ഇയർ 1 ആയിരുന്നു. അതെ, അപ്പൊ ആ 1ന്റെ ആ പോസിറ്റീവ് എനർജി, നല്ലൊരു എനർജിയിൽ നിന്നാണ് അവർ 2ലേക്ക് വരുന്നത്. അപ്പൊ കുറച്ച് ഇമോഷണൽ ആണ്. നമ്പർ 2 എന്ന് പറഞ്ഞത് ഒരു ഇമോഷണൽ നമ്പർ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇതിനെ മൂണിനെയാണ് കണക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ പറഞ്ഞ പോലെ പെട്ടെന്നുള്ള ആ പോസിറ്റീവ് സണ്ണിന്റെ എനർജിയിൽ നിന്ന് പെട്ടെന്നുള്ള മൂണിന്റെ എനർജിയിലോട്ട് വരുമ്പോൾ ഒരു ഇമോഷണൽ ചേഞ്ചസ് അവർക്ക് അവരുടെ ഉണ്ടാവാം. പക്ഷെ എങ്കിലും ഇതും ഈ വർഷവും അവർക്ക് പോസിറ്റീവ് ആയിട്ടുള്ള തന്നെ ഉള്ള ഒരു ടൈം പീരീഡ് ആണ്. അപ്പൊ എങ്കിലും ഈ ഒരു എനർജി ചേഞ്ചസിനെ അവർ മൈൻഡ് വെച്ച് കൺട്രോൾ ചെയ്യുക. അവരുടെ മൈൻഡിനെയാണ് കുറേം കൂടെ ഈ വർഷം അത് എഫക്ട് ചെയ്യുന്നത്. അപ്പൊ കുറേം കൂടി ആൾക്കാർക്ക് മെഡിറ്റേഷൻ, അതുപോലെ തന്നെ ഫുൾ മൂൺ വാക്കിംഗ്, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ മദേഴ്സിന്റെ ബ്ലെസ്സിങ് എടുക്കുക. 2വിനെ മൂൺ ഈ പറഞ്ഞ പോലെ മദറുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഈ പറഞ്ഞ എനർജി ഫ്ലക്ച്വേഷൻ അവർക്ക് വന്നിരിക്കുന്ന പെട്ടെന്നുള്ള സൺ എനർജിയിൽ നിന്ന് വാട്ടർ എനർജിയിലേട്ടാണ് വരുന്നത്. ഈ മൂൺ എന്ന് പറഞ്ഞ ഒരു വാട്ടർ ഇതായിട്ടാണ് കണക്കാക്കുന്നത് ഇതിനകത്ത് ന്യൂമറോളജിയിൽ. വാട്ടർ എലമെന്റുമായിട്ടാണ് ബേസ് ചെയ്യുന്നത്. അപ്പൊ ഈ വാട്ടറിന്റെ എനർജിയിലേക്ക് വന്ന ഈ ഒരു ചേഞ്ചസിനെ അവർക്ക് കൺട്രോൾ ചെയ്യാനും അവരുടെ മൈൻഡിനെ ബാലൻസ് ചെയ്യാനും വേണ്ടി മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുക. സോ എല്ലാവർക്കും തീർച്ചയായിട്ടും നമ്പർ 2ഉം അവർക്കും നല്ലൊരു വർഷം തന്നെയായിരിക്കും. ഇനി അടുത്തത് നമ്പർ 3യിലേക്ക് വരുവാണെങ്കിൽ നമ്പർ 3 ആൾക്കാർക്കും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇയർ ആയിരിക്കും 2026. അവരെ സംബന്ധിച്ച് കൂടുതലും റിലീജിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പിരിച്വൽ കണക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു വർഷമാണ്. നമ്പർ 3 ഈസ് ആക്ച്വലി പ്ലാനറ്റ് ന്യൂമറോളജിയിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ജുപ്പിറ്റർ ആണ്, ഗുരു. അപ്പൊ അതെ, അപ്പൊ അതുപോലെ തന്നെ ഈ ഒരു ഗുരുവിന്റെ കണക്ഷൻ ഉള്ളതുകൊണ്ട് നമ്പർ 3 ആൾക്കാർക്ക് ഈ കുറേം കൂടെ ഒരു സ്പിരിച്വൽ, അവർ ഒരു കുറേം കൂടെ ഒരു സ്പിരിച്വൽ ആൾക്കാരായിരിക്കും. മൊത്തത്തിൽ നമ്പർ 3 എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാക്കും അവരുടെ ഉള്ളിൽ കുറെ സ്പിരിച്വാലിറ്റി ഉണ്ടാവും. അല്ലെങ്കിൽ അവർ ആദ്യകാലങ്ങളിൽ സ്പിരിച്വൽ അല്ലെങ്കിൽ അവർ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും കുറച്ച് സ്പിരിച്വാലിറ്റിയിലേക്ക് നന്നായിട്ട് വരുന്ന ഒരു ഇത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ നമ്പർ 1ന്റെ എനർജിയിൽ ഈ സണ്ണും അതുപോലെ ഗുരുവും കൂടെയുള്ള കണക്ഷൻ തീർച്ചയായിട്ടും അവർക്ക് പോസിറ്റീവ് ആയിരിക്കും. പക്ഷെ അപ്പൊ കൂടുതലും അവർ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ എന്തെങ്കിലും റിലീജിയസ് ബുക്സ് ഒക്കെ റീഡ് ചെയ്യുക, പിലിഗ്രിമേജ് ട്രിപ്പിന് പോവുക, ഏതെങ്കിലും ഗുരുവായിട്ട് കണക്ട് ചെയ്യുക. അപ്പൊ ഇങ്ങനത്തെ ഉള്ള ഈ ഒരു സ്പിരിച്വൽ കണക്ഷൻസ് തീർച്ചയായിട്ടും അവർക്ക് ഈ പറയുന്ന അടുത്ത വർഷം വളരെയധികം ഹെൽപ്പ് ചെയ്യും. നമ്മൾ പറഞ്ഞ പോലെ റെമഡീസ് ഇതൊക്കെ തന്നെ അവരുടെ ഒരു ഡേ ആയിട്ട് നമുക്ക് കണക്കാക്കുന്ന നമ്പർ 3ക്ക് തേഴ്സ്ഡേ ആണ്. അതെ, ഗുരുവാർ അല്ലെങ്കിൽ ഗുരുവിന്റെ ദിവസമാണ് ഈ നമ്പർ 3ക്ക് ഇത് കൊടുക്കുന്നത്. അന്നത്തെ ദിവസങ്ങളിൽ അവർക്ക് യെല്ലോ കളർ ഡ്രസ്സ് ഇടാം. അപ്പൊ അങ്ങനെ അതൊക്കെ കുറെ പോസിറ്റീവ് ആയിട്ടുള്ള എനർജി കൊണ്ട് എത്തരും. അതുപോലെ തന്നെ ഈ പറഞ്ഞ എന്തെങ്കിലും ഗുരു മന്ത്രങ്ങൾ ചെയ്യാം. തേഴ്സ്ഡേ പിലിഗ്രിമേജ് അവരവരുടെ മത ഇതിൽപ്പെട്ട, അത് ഏത് മതത്തിലുള്ള ആൾക്കാരാണെങ്കിലും അവരവരുടെ പിലിഗ്രിമേജ് സൈറ്റിൽ വിസിറ്റ് ചെയ്യുക. അങ്ങനത്തെ കണക്ഷൻസ് ഒക്കെ തേഴ്സ്ഡേ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ നമ്പർ 3. അതുപോലെ തന്നെ നമ്പർ 3ക്ക് ശരിക്കും ഏറ്റവും വലിയൊരു റെമഡി എന്ന് പറയുന്നത് നമ്പർ 3 ആൾക്കാർക്ക് വെജിറ്റേറിയൻ ആവുക എന്നുള്ള. അതെ, ഇത് ന്യൂമറോളജിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഞാനിപ്പോ നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കുന്ന വലിയൊരു സൊല്യൂഷനാണ്. കാരണം നമ്പർ 3 നമ്പർ 3, 12, 21, 30 ഇതിൽ ജനിച്ചവർക്ക് എല്ലാവരും അവരവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രോബ്ലം മെന്റലി അവർ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ തോന്നുവാണ് അവർക്ക് എന്തോ ഒരു കുറവുണ്ട്, അല്ലെങ്കിൽ അവർ പോകേണ്ട അവരുടെ ആ ഒരു പർപ്പസ് ഓഫ് ലൈഫിലല്ല അവർ പോകുന്നെങ്കിൽ അതിനെ അവർക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ ദേ ഷുഡ് ബി കംപ്ലീറ്റ്ലി വെജിറ്റേറിയൻ.
ഈവൻ എഗ്ഗ് പോലും ഒഴിവാക്കേണ്ട ഒരു ലൈഫാണ് അവർക്ക് തീർച്ചയായിട്ടും ഫോളോ ചെയ്യേണ്ടത്. പക്ഷെ അത് ഇപ്പോഴത്തെ കാലത്ത് വളരെ അധികം ആൾക്കാർക്കും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ആരെങ്കിലും ഈ പറഞ്ഞ പോലെ ഈ 3-ൽ നിൽക്കുന്ന നമ്മുടെ പ്രേക്ഷകരിൽ ആരെങ്കിലും സ്പിരിച്വലി കണക്റ്റഡ് ആണെങ്കിൽ അവർ കൂടുതൽ ഈ ഒരു വൈബ്രേഷനും അല്ലെങ്കിൽ കൂടുതൽ ഈ സ്പിരിച്വൽ പാത്തിൽ പോവാൻ ശ്രമിക്കുന്നവരും അതേപോലെ ഇത്തരം ഈ പറഞ്ഞ പോലെ ജ്യോതിഷം അല്ലെ ന്യൂമറോളജി അല്ലെങ്കിൽ വാസ്തു ഇതൊക്കെ ചെയ്യുന്നവർ തീർച്ചയായിട്ടും അവർ സാത്വികമായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ അതുപോലെ ഫുഡ് ഹാബിറ്റ്സ് ഫോളോ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ അവർക്ക് ഗുരുവിന്റെ ബ്ലെസ്സിങ് കിട്ടത്തേയില്ല. അത് വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. ഇനി നമ്പർ 4-ലേക്ക് വന്നു കഴിഞ്ഞാൽ അത് രാഹുവിന്റെ നമ്പറാണ്. അപ്പൊ ഈ രാഹുവിന്റെ നമ്പറാണ് നമുക്ക് ഇത് ന്യൂമറോളജിയിൽ 4. സോ 4-നും വളരെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കണക്ഷൻ ആണ്. ആക്ച്വലി നമ്പർ 1-ഉം 4-ഉം തമ്മിൽ ഒരു ഫ്രണ്ട്ലി കോമ്പിനേഷൻ ആണ്. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാഹു ആയതുകൊണ്ട് ഓവർ ഡിസയർ വരാം. അപ്പോ ആ ഒരു ആഗ്രഹം കൊണ്ട് ചിലപ്പോ അവർ പെട്ടെന്നുള്ള ഒരു എഗ്രസീവ്നെസ്, ഈ സൺ എനർജിയുടെ എഗ്രസീവ്നെസ് കൊണ്ട് അവർ ചിലപ്പോ ചിന്തിക്കാണ്ട് എന്തെങ്കിലുമൊക്കെ അങ്ങനെ പെട്ടെന്ന് ഒത്തിരി പ്രവർത്തികളൊക്കെ ചെയ്യാനുള്ള ഒരു ഇത് വരും, ടെൻഡൻസി വരും. പക്ഷെ അത് അവരവരുടെ റെമഡീസിനെ കൊണ്ട് ഇതിനെ കൺട്രോൾ ചെയ്യണം. അപ്പൊ ഈ രാഹുവിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെമഡിയാണ് സ്ട്രീറ്റ് ഡോഗ്സിന് ഫീഡ് ചെയ്യുക എന്നുള്ളത്. സ്പെഷ്യലി അതെ, സ്ട്രീറ്റ് ഡോഗ്സിന് മിൽക്കും അതുപോലെ തന്നെ ബ്രെഡ് ഇത് മിക്സ് ചെയ്തിട്ട് സ്ട്രീറ്റ് ഡോഗ്സിനെ ഫീഡ് ചെയ്യുക. ആക്ച്വലി ഈ അനിമൽ ഫീഡിങ്ങിൽ ഏറ്റവും വലിയൊരു ഫീഡിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും കൗ ഫീഡിംഗ് ആണ്. അതെ, അപ്പൊ ഈ കൗ ഫീഡിങ് എല്ലാ നമ്പേഴ്സിനും ഇപ്പൊ ഇത് ആസ്ട്രോളജി പരമായിട്ട് പറയുവാണെങ്കിലും നമുക്ക് ഏറ്റവും വലിയൊരു സൊല്യൂഷൻ ആണ്. ഞാൻ പല ആൾക്കാരെയും കണ്ടിട്ടുണ്ട്, ഈവൻ ഡോക്ടേഴ്സ് വരെയും അവര് റിക്കവർ ചെയ്യൂല എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ജ്യോതിഷത്തിലോ അല്ലെ വേറെ പല ഇതിനകത്തും വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും പശുക്കളെ സേവിക്കാൻ പോയിട്ട് അവരുടെ ലൈഫ് സ്പാൻ ഒത്തിരി നല്ലാവുകയും അവർ പല അസുഖങ്ങളിൽ നിന്ന് വരെ മാറിയ പേഴ്സണൽ അനുഭവങ്ങൾ എന്റെ മുന്നിലുണ്ട്. ഇപ്പൊ ഞാൻ ഈ പറയുന്ന ഓരോരുത്തർക്കും ഓരോ നമ്പേഴ്സിനും ഓരോ പർട്ടിക്കുലർ ഡേ ഉണ്ട്. ആ ദിവസം അവർ പോയിട്ട് ഈ പശുക്കളെ സേവിക്കാമെങ്കിൽ തന്നെ വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊരു വലിയൊരു നല്ല റെമഡിയാണ്. ന്യൂമറോളജിയിലും അസ്ട്രോളജിയിലും ഒക്കെ വളരെ അത് കീപ്പ് ഓൺ അത് അവർ ചെയ്യുവാണെങ്കിൽ അവർക്ക് നല്ലൊരു ലൈഫിൽ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള അനുഭവങ്ങൾ വരും. അപ്പൊ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മൾ രാഹുവിന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. രാഹു നമ്പർ 4. 4-നും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പീരീഡ് ആണ്. പക്ഷെ അവരുടെ ഈ ഓവർ എനർജി, അവരുടെ ഓവർ ഡിസയറും ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് കൊണ്ടുപോയി തരാം. പക്ഷെ അതിന് തീർച്ചയായിട്ടും അവർ ഈ പറഞ്ഞ പോലെ കുറച്ച് ഡൈവേർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പൊ കാലഭൈരവ സ്തോത്രം, മന്ത്രം ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് രാഹുവിന് നല്ലൊരു റെമഡിയാണ്. ഇനി നമ്പർ 5-ലേക്ക് വന്ന 5-ന് ഈ പറഞ്ഞ പോലെ എല്ലാ നമ്പേഴ്സുമായിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു നമ്പറാണ് ന്യൂമറോളജിയിൽ 5. സോ നമ്പർ 1 പേഴ്സണൽ ഇയർ ആയിട്ട് വരുന്ന മൂലാങ്ക് 5 ആയിട്ടുള്ളവർക്കും വളരെ നല്ലൊരു വർഷമാണ്. അവർക്ക് പുതിയ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വളരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നമ്പർ 5-ന്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു വീടുണ്ടാക്കുക അല്ലെങ്കിൽ ഒരു വണ്ടി മേടിക്കുക, അങ്ങനെ കുറച്ച് ഈ ലക്ഷറിയസ് ആയിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യാനും ഫുൾഫിൽ ചെയ്യാനും പറ്റിയൊരു വർഷമാണ്. ഇതിനെ നമ്മൾ കണക്ട് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത് ഈ പ്ലാനറ്റ് മെർക്കുറിയുമായിട്ടാണ്. അപ്പൊ ഈ പ്ലാനറ്റ് മെർക്കുറിയുടെ ഇത് റെപ്രസെന്റേഷൻ ബുധൻ അല്ലെ ബുധ്. അപ്പൊ ആ ബുധനാഴ്ചയാണ് ഇവരുടെ ദിവസം. അപ്പൊ അതുപോലെ എനിക്ക് തോന്നുന്നത് രാഹുവിന്റെ ദിവസം പറഞ്ഞിട്ടില്ല. രാഹുവിന് ചെയ്യേണ്ട റെമഡീസ് ട്യൂസ്ഡേ ആണ്. ഈ ഒരു കണക്ഷൻ അവർക്ക് അതുപോലെ ബുധൻ, അതുപോലെ എനിക്ക് തോന്നുന്നു നമ്മൾ സൂര്യൻ തുടങ്ങി പറഞ്ഞില്ലെന്ന് തോന്നുന്നു. ഓക്കെ, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറയാം. സൂര്യന് സൺഡേ ആണ് റെമഡീസ് ചെയ്യേണ്ടത്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അത് നമുക്ക് പറഞ്ഞു കൊടുക്കാം. സൂര്യൻ ഈവൻ ഈ സൺഡേ, രവിവാർ എന്ന് പറഞ്ഞ ദിവസം നമ്മുടെ ഈ ഭൂമിയുടെ ഉത്പത്തി തന്നെ നടന്നിരിക്കുന്നത് സൺഡേ ആണെന്നാ പറയണേ. അങ്ങനെയാണ് വരുന്നത് അല്ലേ? അതെ. അപ്പോ അത്ര ഇമ്പോർട്ടന്റ് ആണ് ഈ സൺഡേ. അതുപോലെ സൂര്യനെ ശരിക്കും സൂര്യഭഗവാനായിട്ടാണ് റെപ്രസെന്റ് നമ്മളിത് ചെയ്യുന്നെങ്കിലും അത് മഹാവിഷ്ണു ആയിട്ട് ആണ് പറയുന്നത്. സൂര്യൻ എന്റെ ആ ഒരു എനർജി എന്ന് പറഞ്ഞാൽ വിഷ്ണുവിന്റെ എനർജി ആയിട്ടാണ് സങ്കല്പം. അപ്പൊ ഇതേപോലെ സൺ എന്ന് പറയുന്നത് സൺഡേ, ഇനി മൂൺ മൺഡേ, സെക്കൻഡ്. അങ്ങനെ റിലേറ്റ് ചെയ്യാം. ഇതിന് ഒത്തിരി റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഇതിനെല്ലാം ഒരു കളേഴ്സിനും ഇമ്പാക്ട് ഉണ്ടല്ലോ അല്ലേ ഡോക്ടർ രാജ്? കളേഴ്സും പറയുമല്ലോ. നമുക്ക് ഓരോ ദിവസവും വിയർ ചെയ്യേണ്ടതും അല്ലെ അവരവരുടെ മൂലാങ്ക് അനുസരിച്ച് വിയർ ചെയ്യേണ്ട ഡ്രസ്സിന് കളറുണ്ട്.
അപ്പൊ ആ അവർ ആ ആ എനർജി കൂടുതലും അവർ ഉപയോഗിക്കുന്നത് അവർക്ക് നല്ലതാണ്. പ്രത്യേകിച്ചും അവർ വിയർ ചെയ്യേണ്ടത് അവരുടെ ടോപ്പ് ഡ്രസ്സിങ്ങിലാണ്. എബവ് ഹിപ്പിലുള്ള ഡ്രസ്സ്, ഉം, ഉം. അതേപോലെ തന്നെ അവർക്ക് ഉപയോഗിക്കുന്ന കയ്യിൽ ഉപയോഗിക്കുന്ന പേഴ്സ്, ഓ അല്ലെങ്കിൽ അവർ മേടിക്കുന്ന വണ്ടി, ഇങ്ങനത്തെ അത് അവരുടെ ഉം, മൂലാങ്കം അനുസരിച്ച് അവർക്ക് മേടിക്കാം. അപ്പൊ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാം. സപ്പോസ് സൺഡേ ആണെങ്കിൽ നമ്പർ 1 ഉം, ഉം, റെഡ് കളറാണ്. അതുപോലെ നമ്പർ 2 മൺഡേ വൈറ്റ് കളർ. നമ്പർ 3 അത് വന്നിട്ട് ഗുരുവാർ അല്ലെ തേഴ്സ്ഡേ ആയിട്ടുള്ള ദിവസം ഉം, യെല്ലോ ഉം, കളർ. ഉം, നമ്പർ 4 ഉം, രാഹുവിന് ബ്ലാക്ക് ആൻഡ് ഗ്രേ കളറാണ് അവർക്ക് ട്യൂസ്ഡേ പ്രിഫർ ചെയ്ത് ഇടാവുന്നത്. നമ്പർ 5 ആയിട്ടുള്ള ബുധൻ മെർക്കുറിക്ക് വെനസ്ഡേ ഗ്രീൻ കളർ. നമ്പർ 6 വീനസ് ഫ്രൈഡേ അപ്പൊ ഓഫ് വൈറ്റ് കളർ. അതുപോലെ നമ്പർ 7 കളേഴ്സ് വന്നിട്ട് ഇതേപോലെ ഡാർക്ക് ആൻഡ് ഗ്രേ കളർ. കേതുവിന്റെ നമ്പർ 7. നമ്പർ 8 ശനി സാറ്റർഡേ ബ്ലാക്ക് ആൻഡ് ഗ്രേ കളർ. നമ്പർ 9 ട്യൂസ്ഡേ ഓറഞ്ച് കളർ. അപ്പൊ ഇത്രയുമാണ് ഓരോ പ്ലാനറ്റ്സിന്റെയും കളേഴ്സും. അപ്പൊ ഇത് അതെ അവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പൊ ഈ ദിവസങ്ങളിൽ ഈ കളേഴ്സ് ഉപയോഗിക്കുക. ഇപ്പോ ഒരു മെലഫിക് ആയിട്ടുള്ള ഒരു എഫക്റ്റ് ആണ്. അവരുടെ മൂലാങ്കമായിട്ട് ഏതെങ്കിലും ഒരു നമ്പർ മെലഫിക് ആണെങ്കിൽ അവർ ആ കളർ അവോയ്ഡ് ചെയ്യുക. പലരും ഇപ്പോഴത്തെ കാലത്ത് ഞാൻ നോക്കുമ്പോൾ പലർക്കും നമ്മൾ ബ്ലാക്ക് കളർ സജസ്റ്റ്, അത് അവർക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്ത കളർ ആയിരിക്കും. പക്ഷെ അവരുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കളർ ബ്ലാക്ക് ആയിരിക്കും. അപ്പൊ അത് ഒത്തിരി ലൈഫിൽ അവർക്ക് പ്രോബ്ലംസ് കൊണ്ടുതരും. കാരണം അത് ശനിയുടെയും ഇത്തരം രാഹു ഇതൊക്കെ ആയിട്ടുള്ള കണക്ഷൻ കാരണം ഈ പറഞ്ഞ പോലെ ഈ ബ്ലാക്ക് കളേഴ്സ് അവർ പ്രത്യേകിച്ചും സാറ്റർഡേ ഒക്കെ അത് അവോയ്ഡ് ചെയ്യും. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞു നിർത്തിയത് ശരിക്കും നമ്പർ 5-ലായിരുന്നു. അപ്പൊ നമ്പർ 5 ഈ പറഞ്ഞ പോലെ അവർക്കും ഒരു നല്ലൊരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ഇയർ ആണ് 2026. അവർക്ക് ചെയ്യേണ്ട റെമഡീസ് എന്ന് പറയുമ്പോൾ വെനസ്ഡേ ഇതേപോലെ തന്നെ ഗ്രീൻ കളർ ഡ്രസ്സ്, അതുപോലെ എന്തെങ്കിലും ഗ്രീൻ പ്ലാന്റ്സിന് അവർ നട്ടു വളർത്തുക വീട്ടില്. അപ്പോ അതിന് ഏറ്റവും നല്ലതാണ് തുളസി. നല്ല ബുധൻ അല്ലെങ്കിൽ നല്ല മെർക്കുറി ഉള്ളവർക്ക് വളരെ അവർക്കാണെങ്കിൽ പെട്ടെന്ന് തുളസി അവരുടെ വീട്ടിൽ നമുക്ക് കാണാൻ പറ്റും നന്നായിട്ട് വളരുന്നത്. ആ സമയം ബുധൻ മെലഫിക് ആയിട്ട് അല്ലെങ്കിൽ ബുധൻ നല്ലതല്ലെങ്കിൽ ഒരു തുളസി പ്ലാന്റ് നട്ടു കഴിഞ്ഞാൽ അത് അവിടെ അധികം നാള് നല്ല രീതിയിൽ അത് നമുക്ക് നട്ടു വളർത്താൻ പറ്റത്തില്ല. ഇതൊക്കെ ഒത്തിരി കാണാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾസ് ആണ് ഇതിന്റെയൊക്കെ ഒരു പവർ. അതെ, അപ്പൊ ഇതിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൂടുതലും ഗ്രീൻ പ്ലാന്റ്സിനെ, ഇനിയിപ്പോ തുളസി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഗ്രീൻ പ്ലാന്റ്സിനെ നമ്മൾ നട്ടു വളർത്തുക വീട്ടിൽ. അതിനെ എന്നിട്ട് വെള്ളമൊഴിച്ച് ഇത് ചെയ്യുന്നത് നമ്മുടെ മെർക്കുറിക്ക്, അതെ, മെർക്കുറിയുടെ പവർ കൂട്ടാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഒരു റെമഡിയാണ്. അതുപോലെ തന്നെ ഗ്രീൻ ഗ്രാസിൽ നടക്കുക, ബെയർ ഫുട്ട്, ചെരുപ്പിടാണ്ട് നടക്കുക. യെസ്, ദിസ് ഈസ് ഓൾസോ വെരി ഗുഡ് റെമഡി ഫോർ മെർക്കുറി. നമ്പർ 5 നെക്സ്റ്റ് ഇയർ ചെയ്യാനുള്ള കാര്യങ്ങളും. അടുത്തത് നമ്പർ 6 വരുമ്പോ വീനസ്, ശുക്രൻ. അപ്പോ വീനസ് ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു പ്ലാനറ്റ് ആണ്. ശുക്രദശ അല്ലെ വീനസ്. പക്ഷെ അപ്പൊ അവർക്ക് അതിനകത്ത് കറക്റ്റ് ആയിട്ട് കുറെ കാര്യങ്ങൾ അറിയാനും കൂടിയുണ്ട്. സോ നമ്പർ 6 നല്ലൊരു വർഷമാണ്. യൂണിവേഴ്സൽ ഇയർ 1 അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ മൂലാങ്ക് 6 ആവുന്നവർക്കും വളരെ നല്ലൊരു വർഷമാണ് നെക്സ്റ്റ് ഇയർ. പേഴ്സണൽ ഇയർ 5 നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളോ അല്ലെ ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ നമ്പർ 6 അവർക്ക് തുടങ്ങുമോ അല്ലെങ്കിൽ തീർക്കാനോ പറ്റും. അങ്ങനെ ഒരു പോസിറ്റിവിറ്റി കൂടെ ഉണ്ട്. യെസ്, അപ്പൊ ഈ നമ്പർ 6 ഒരു പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ശുക്ര വീനസ് കണക്ഷൻ ആയിട്ടുള്ള നമ്പറാണ്. സോ ഫ്രൈഡേ ആണ് ബേസിക്കലി ഇവരുടെ ഡേ. നമ്മൾ അവർക്ക് കളേഴ്സ് പറഞ്ഞു കൊടുത്തു. അപ്പൊ അതുപോലെ തന്നെ ഇവർക്ക് ചെയ്യാവുന്ന റെമഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീമെയിൽസ് ആയിട്ടുള്ള ആൾക്കാർ ഈ പറഞ്ഞ പോലെ സ്വീറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ഈവനിങ്. അത് ഏതെങ്കിലും അവരുടെ പിൽഗ്രിമേജ് സെന്റേഴ്സിലോ അല്ലെങ്കിൽ നമ്മളൊരു ഈവനിങ് ടൈമിൽ നമ്മുടെ എവിടെയാന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളിടത്ത് പോയിട്ട് ഫീമെയിൽസിന് അറ്റ്ലീസ്റ്റ് ഒരു 15 പാക്സ് ഓഫ് വാനില ഐസ്ക്രീം, എന്തെങ്കിലും വെളുത്ത സ്വീറ്റ്സ് തന്നെ കൊടുക്കുക. യെസ്, അതാണ് അതിന്റെ. അതുപോലെ അല്ലെങ്കിൽ നമ്മൾ വെളുത്ത എന്തെങ്കിലും പായസമൊക്കെ ഉണ്ടാക്കിയിട്ട് വിതരണം ചെയ്യുക. ഇത് വളരെ നല്ലൊരു റെമഡിയാണ്. യെസ്, അപ്പോ അത് അവരുടെ വീനസിനെ ഇംപ്രൂവ് ചെയ്യും. ഇനി നമ്പർ 7 വന്ന കേതുവിന്റെ നമ്പറാണ്. സോ കേതു അഗെയിൻ ഹെഡ്ലെസ് ആയിട്ടുള്ള ഒരു പ്ലാനറ്റ് ആണെന്ന് അറിയാലോ. അപ്പോ ഇത് നമ്പർ 1 ആക്ച്വലി നല്ലൊരു കോമ്പിനേഷൻ ആണ്. പക്ഷെ ഈ ഹെഡ്ലെസ് ആയിട്ടുള്ള ഇവരുടെ ഈ ഇത് കാരണം ചിലപ്പോൾ ഇവർക്ക് ഡിസിഷൻ എടുക്കാൻ അവർ അത്ര റീതിങ്ക് ചെയ്യത്തില്ല. അവര് ഒരു പെട്ടെന്നൊരു OTP നമ്പർ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇവര് ചുമ്മാ അങ്ങ് കൊടുക്കും. അതെ. അപ്പൊ അത് എന്നിട്ട് പിന്നെ അവർക്ക് പ്രശ്നത്തിലേക്ക് വരാം. അപ്പൊ അവര് സൈൻ ചെയ്യാൻ പോകുമ്പോഴും അവരെന്തെങ്കിലും ഒരു കാര്യം
ഇത്തരം എഗ്രിമെന്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഒരാൾ ഫോണിൽ OTP ചോദിക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നെക്സ്റ്റ് ഇയർ അവര് അത് ശ്രദ്ധിക്കേണ്ടി വരും. അപ്പൊ എന്നിട്ട് മാത്രം അവർ കൊടുക്കുക. പിന്നെ നമ്മളിപ്പോ നമ്പർ 7ന്റെ കളേഴ്സും ഡേയും ഒക്കെ പറഞ്ഞു. അതുപോലെ തന്നെ അതെ 7 നമ്പർ കേതുവിന്റെ കണക്ഷൻ ആണുള്ളത്. സോ ഈവൻ നമുക്ക് ഈ ഗണേശ ഭഗവാനുമായിട്ടുള്ള റെമഡീസ് ഒക്കെ ചെയ്യാം. വെനസ്ഡേ നല്ലൊരു ദിവസമാണ് കേതുവിന് റെമഡി ചെയ്യാൻ വേണ്ടി. പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ സ്ട്രീറ്റ് ഡോഗ്സിന് ഫീഡ് ചെയ്യുക. ദാറ്റ് ഈസ് ഓൾസോ എ ഗുഡ് റെമഡി. പിന്നെ ഗായത്രി മന്ത്രം, കാലഭൈരവ് സ്തോത്രം മന്ത്രം, ഇതൊക്കെ കേതുവിന് ഹെൽപ്ഫുൾ ആണ്. ഇനി നമ്പർ 8ലേക്ക് വന്നു കഴിഞ്ഞാൽ സാറ്റേൺ, ശനിയുടെ ആ ഒരു എന്താന്നുള്ള ഇത്. ശനി എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് കൊണ്ടുപോയി തരുന്ന ഒരു അതെ ഗ്രഹമായിട്ടാണ് കണക്കാക്കുന്നത്. അത് ബുദ്ധിമുട്ട് കൊണ്ടുപോയി തരുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ശനി ഭഗവാൻ ന്യായാധിപനാണ്. ന്യായാധിപൻ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അദ്ദേഹം നമുക്ക് അപ്പപ്പോ അതിനുള്ള റിസൾട്ട് തരും. നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ നല്ല റിസൾട്ട് തരും, നമ്മളെ ഉപദ്രവിക്കത്തില്ല. സോ ഇതാണ് നമുക്ക് വളരെ പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു കണക്ഷൻ ഉണ്ട്. ഈ 1ന്റെ പേഴ്സണൽ ഇയർ വരുമ്പോ 8 വരുന്നവർക്ക്, 8 മൂലാങ്ക് വരുന്നവർക്ക് ഇപ്പൊ പേഴ്സണൽ ഇയർ 1ല് കുറച്ച് ഡിഫിക്കൽട്ട് ടൈം ആയിരിക്കും. കാരണം ഇതിനൊരു ബേസ് ആയിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട് ഇവര് തമ്മില്. സൂര്യഭഗവാനും അദ്ദേഹത്തിന്റെ ഇലിജിമേറ്റ് സൺ ആയിട്ടുള്ള ശനിയുമായിട്ടുള്ള ആ ഒരു കോൺഫ്ലിക്റ്റ് ഇത് ഇവരുടെ ജീവിതത്തിലും നമുക്ക് കാണാൻ പറ്റും. ഇതൊരു റിലേഷൻഷിപ്പിലാവാം, ഹെൽത്തിലാവാം, വെൽത്തിലാവാം. സോ വളരെ കെയർഫുൾ ആയിട്ട് പോകണം. ഇത് എല്ലാവർക്കും വരും. ഇപ്പൊ ഇന്നിപ്പോ ഒരാൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള പേഴ്സണൽ ഇയർ ആണെങ്കിൽ നാളെ അതൊരു ഈ 8 അവർക്ക് വരും അടുത്ത 1-2 വർഷത്തിനുള്ളിൽ. സോ അപ്പൊ എല്ലാവർക്കും അത് ചീത്തയായിട്ട് അങ്ങനെ പോകണമെന്നില്ല. പക്ഷെ നമ്മൾ നല്ല ഒരു സ്പിരിച്വൽ പാത്തിലും നല്ല ഡയറക്ഷനിലും ആ പോകുന്നത്, വിത്തൗട്ട് എനി ചീറ്റിംഗ്, നമ്മളൊരു ഫ്രോഡ് തരം ഒന്നും ചെയ്യാണ്ട് പിന്നെ ഗുഡ് ഡയറക്ഷൻ നമ്മൾ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ശനിയുടെ എഫക്റ്റ് വരുമ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ വളരെ അവോയ്ഡ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇയർ കുഴപ്പമില്ലാണ്ട് പോകും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ മാലിഫിക് ആയിട്ടുള്ള ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും വരാം. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്പർ 8. അപ്പൊ അതുപോലെ തന്നെ അവർക്ക് ചെയ്യേണ്ട റെമഡീസ് ഇപ്പൊ നമ്മൾ പറഞ്ഞു, കളേഴ്സും ഡേയും. ശനി ഭഗവാന് ശനിയാഴ്ച ദിവസങ്ങളിൽ പ്രത്യേകിച്ച് മസ്റ്റേർഡ് ഓയിലും ഈ മസ്റ്റേർഡ് സീഡോ അപ്പൊ അത്തരം വിളക്കുകൾ കത്തിക്കുക. അതുപോലെ തന്നെ ലേബേഴ്സിനെ ഒത്തിരിയധികം സപ്പോർട്ട് ചെയ്യുക. അതെന്ന് വെച്ചാൽ അവർക്ക് ഈ ശനിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചാരിറ്റി എന്ന് പറയുമ്പോൾ ആൾക്കാർ ചിലപ്പോ ബഗേഴ്സിന് അല്ലെങ്കിൽ അങ്ങനെ ഈ യാചിക്കുന്നവർക്കൊക്കെ ഫുഡ് കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ അത് ചെയ്തിട്ട് ശനിയുടെ നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല. കാരണം ശനി ഹാർഡ് വർക്ക് ചെയ്തിട്ട് മാത്രമേ റിസൾട്ട് തരത്തുള്ളൂ. ശനി വാണ്ട് യു ടു സെർവ് ലേബേഴ്സ്. അപ്പൊ ലേബേഴ്സിന് ഇതേപോലെ തന്നെ ഷൂസ്, അവർക്ക് ബ്ലാങ്കറ്റ്, പ്രത്യേകിച്ച് ബ്ലാക്ക് കളറിലുള്ള ഷൂസ്, ബ്ലാക്ക് കളറിലുള്ള ബ്ലാങ്കറ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഈവൻ ഇപ്പോ നമ്മുടെ പ്രേക്ഷകർ വേറെ ഏതെങ്കിലും രാജ്യത്തൊക്കെ ഇരുന്ന് ഇപ്പൊ ഗൾഫിലൊക്കെ ആണെങ്കിലും സാറ്റർഡേസിലൊക്കെ അവർക്ക് കാണാം ഒത്തിരി പണിക്കാരൊക്കെ പുറത്തൊക്കെ പണിയെടുക്കുന്നു, അവർക്ക് വെള്ളം കൊടുക്കുക സാറ്റർഡേ വളരെ നല്ല റെമഡിയാണ്. അതേപോലെ തന്നെ കുറച്ച് ജിമ്മിൽ ജോയിൻ ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക. ഈ പീരീഡ് ശനി എന്താന്ന് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഹാർഡ് വർക്കാണ്. സോ ആ എനർജീനെ നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാണ്ട് ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ വേറൊരു ഫീൽഡിൽ ജോലി ചെയ്യുന്ന ഒരു ടീച്ചർ, അങ്ങനെയുള്ളവർക്ക് വലിയ ഫിസിക്കൽ വർക്കില്ല. എന്നാ പറഞ്ഞ അവരുടെ ആ ലൈഫ് സ്റ്റൈലിനെ മാനേജ് ചെയ്യുവാണെങ്കിൽ ആ ഗ്രഹം പിന്നെ നമ്മളെ ടച്ച് ചെയ്യത്തില്ല. ഇതാണ് ഇതിന്റെ ഒരു ബേസിക് കൺസെപ്റ്റ്. നമ്മുടെ ആ ഒരു ഗ്രഹത്തിന്റെ ഇമ്പാക്ട് മനസ്സിലാക്കി നമ്മൾ ഓൾറെഡി അതിന് മുന്നേ നടന്നു കഴിഞ്ഞാൽ നമ്മളെ ഇതൊന്നും എഫക്ട് ചെയ്യാണ്ട് പോകും. അപ്പൊ അവർ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുക, കുറെ നടക്കുക, വേർക്കുക. സോ ഇത് നല്ലൊരു റെമഡിയാണ് നമ്പർ 8-ന്. ഇനി ഫൈനലായിട്ട് വന്നിട്ട് നമ്മുടെ നമ്പർ 9. അപ്പൊ 9നെ സംബന്ധിച്ച് ഇത് ഒരു 9 നമ്പർ ഈ മാർസിന്റെ നമ്പറാണ്. മാർസ് പറഞ്ഞ പോലെ തന്നെ ഒരു ആർമി ലീഡർ ആയിട്ടാണ് കണക്കാക്കുന്നത് ന്യൂമറോളജിയിൽ. ഇപ്പൊ രാജാവിന്റെ നമ്പർ, രാജാവും സേനാധിപനും കൂടെ ചേർന്നു ഇപ്പൊ അടുത്ത് ഈ വരുമ്പോ വർഷം. അപ്പൊ അത് നമ്പർ 9നെ സംബന്ധിച്ച് നല്ലൊരു സപ്പോർട്ടീവ് ഫാക്ടറാണ്. അപ്പൊ ആ ഒരു കൺസെപ്റ്റില് അവർക്കും നല്ല നമ്പറാണ്. പക്ഷെ കുറച്ച് അഗ്രസീവ്നെസ് കൂടാം. കാരണം ഈ സൺ എനർജിയും മാർസ് എനർജിയും കൂടെ കൂടുമ്പോൾ ഉള്ള കുറച്ച് അഗ്രസീവ്നെസ് വരാം. സ്റ്റബൺ ടൈപ്പ് ആണെന്നൊക്കെ തോന്നും, പക്ഷെ അവർ ഇൻസൈഡ് ദേ ആർ വെരി ഗുഡ് ഹ്യൂമൻ ബീങ്. അപ്പൊ അവരുടെ ആ ഒരു നേച്ചർ ഉണ്ടാവും. അതിനെ അത് നല്ല രീതിയിൽ ഡൈവേർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്പർ 9-ന് ഉള്ള ഏറ്റവും വലിയൊരു റെമഡി എന്ന് പറഞ്ഞാൽ ഹനുമാൻ ചാലീസയാണ്. കാരണം
ഈ നമ്പർ 9 ഈസ് കണക്റ്റഡ് ടു മാർസ്, മംഗളുമായിട്ടുള്ള കണക്ഷൻ. ആക്ച്വലി അതുപോലെ തന്നെ ഹനുമാൻ ഭഗവാൻ നമ്മൾ കലിയുഗത്തില് ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ട്, നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. അദ്ദേഹത്തിന്റെ എനർജി എന്ന് പറഞ്ഞാൽ വളരെ പവർഫുൾ ആയിട്ടുള്ള, വളരെ നമുക്ക് പെട്ടെന്ന് ടച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജിയാണ്. ആക്ച്വലി ഈ ഹനുമാൻ ചാലീസയുടെ ഒരു ശക്തിയും കൂടെ എനിക്ക് പറയണം. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഇത്തിരി വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ഈ ഹനുമാൻ ചാലീസ വായിക്കാൻ പോലും അറിയാൻ മേല. നമ്മൾ മലയാളികളുടെ ഇടയിൽ അത്ര ഹനുമാൻ ചാലീസ വായിക്കുന്ന ഒരു ശീലമില്ല. അപ്പൊ ഞാനൊരു നോർത്ത് ഇന്ത്യൻ ഒരു സുഹൃത്തിന്റെ കൂടെ താമസിക്കുന്ന സമയത്ത് അദ്ദേഹം ഈ ഹനുമാൻ ചാലീസ കാണാപ്പാഠം വായിക്കും. അപ്പൊ ഞാൻ ഇത് നോക്കിയിട്ട് പറഞ്ഞു, ഇത്രയും നിങ്ങൾക്ക് കാണാപ്പാഠം എങ്ങനെ നിങ്ങൾ പഠിച്ചു? അപ്പൊ ഇത് വളരെ ഈസിയാ, മനഃപ്പാഠമാവും പെട്ടെന്ന് തന്നെ. അപ്പൊ ഞാനും പിന്നെ അത് ശ്രമിച്ചു തുടങ്ങി. അന്ന് അപ്പൊ ചുമ്മാ ശ്രമിച്ചു, അങ്ങനെ ഒത്തിരി വർഷങ്ങൾ എടുത്തു, പിന്നെ അത് മനഃപ്പാഠമായി. ഞാൻ ഈ ജ്യോതിഷത്തിലേക്ക് വരാൻ തന്നെ കാരണം ഹനുമാൻ സ്വാമിയുടെ ഒരു അനുഗ്രഹം കൊണ്ടാണ്. അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ ജ്യോതിഷം പഠിക്കത്തില്ല. നമ്മുടെ ജ്യോതിഷത്തിന്റെ ഒരു കാര്യം കൂടെ പറയേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, സൂര്യഭഗവാനിൽ നിന്ന് ഹനുമാൻ പഠിക്കുന്ന ശാസ്ത്രമാണ് ജ്യോതിഷം. അതുപോലെ ശ്രീരാമൻ ഹനുമാനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ സൂര്യൻ ഭഗവാനിൽ നിന്ന് പഠിച്ചതിൽ ഏറ്റവും നിങ്ങൾക്ക് താല്പര്യപ്പെട്ട ശാസ്ത്രം ഏതാന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയണ ജ്യോതിഷമാണ്. ഈ ജ്യോതിഷം അതേപോലെ തന്നെ വേദങ്ങളുടെ ഐസാണ്, കണ്ണാണ്. അപ്പൊ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഈ ജ്യോതിഷത്തിനുണ്ട്. അപ്പൊ അതേപോലെ ഇതിന് ഒത്തിരി റിസർച്ചും അതേപോലെയൊക്കെ ചെയ്തിട്ട് ഇപ്പൊ പല പല പുതിയ പുതിയ ഡൈവേർഷൻ ആയിട്ടുള്ള ഒത്തിരി ജ്യോതിഷ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതിന്റെ മദർ ഓഫ് ഓൾ അസ്ട്രോളജി ഈ പറഞ്ഞ പോലെ നമ്മുടെ വേദിക് അസ്ട്രോളജിയാണ്. അപ്പൊ ഈ ഒരു ഇത് നമ്പർ 9 ആൾക്കാർ തീർച്ചയായിട്ടും ഹനുമാൻ ചാലീസ് അവര് ത്രൂ ഔട്ട് ദി ഇയർ അല്ലെ ത്രൂ ഔട്ട് ലൈഫിലും അവരെ വളരെയധികം സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ അവരുടെ ഡേ ഈ പറഞ്ഞ പോലെ ട്യൂസ്ഡേ ആണ്. ട്യൂസ്ഡേ അതുപോലെ നമ്പർ 9നും ഈ 3 പോലെ തന്നെ അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നോൺ വെജ്. സോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഓൾറെഡി കുറെ അഗ്രസീവ് എനർജി ഉണ്ട്, ഒത്തിരി എനർജി ഉണ്ട്. അതുപോലെ തന്നെ ഇത് ഈ പറഞ്ഞ പോലെ മംഗൾവാർ അല്ലെങ്കിൽ ഹനുമാൻ ഭഗവാനുമായിട്ടുള്ള കണക്ഷൻ ഒക്കെ കാരണം ഇവർ കൂടുതൽ നോൺ വെജ്. ഇപ്പൊ മാംഗലിക് ദോഷം എന്ന് പറയുന്നത് എന്താണ് ശരിക്കും അസ്ട്രോളജിയിൽ? ഇവർ കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് അല്ലെ, പെട്ടെന്ന് ദേഷ്യം വരുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞ സൈലന്റ് ആവുക എന്നുള്ളതാണ് അവിടെ. ഇപ്പൊ ഒരു മാംഗലിക് ആൾക്കാര് അവർ കുറെ സൈലന്റ് പാത്തിൽ ജീവിക്കുവാണെങ്കിൽ തന്നെ അവരുടെ ലൈഫിൽ പ്രോബ്ലം ഉണ്ടാവത്തില്ല, മാരീഡ് ലൈഫിൽ. അതെ, പക്ഷെ അവർ യങ് ഏജിൽ തന്നെ കല്യാണം കഴിക്കുമ്പോൾ അത് മാരേജ് ഡൈവോഴ്സ് ആവാൻ കാരണവും ഈ പറഞ്ഞ മാർസിന്റെ എഫക്ട് കാരണം അവർ പെട്ടെന്ന് ആരുടെയും മുന്നിൽ താന്നു കൊടുക്കാൻ പറ്റത്തില്ല. അല്ല അവർക്ക് ആരുടെങ്കിലും മുന്നിൽ ഒരു കാര്യം കേൾക്കാൻ ഒന്നും അവരുടേതായ മംഗൾ എഫക്റ്റിൽ പോകും. സോ ഈ ഒരു എനർജി ഇതേപോലെ തന്നെ ന്യൂമറോളജിയിലും നമ്പർ 9 ആൾക്കാര് ഈ പറഞ്ഞ പോലെ നോൺ വെജ് ആൽക്കഹോൾ ഒക്കെ അവോയ്ഡ് ചെയ്യും. അറ്റ്ലീസ്റ്റ് എന്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് തീർച്ചയായിട്ടും അറ്റ്ലീസ്റ്റ് ട്യൂസ്ഡേ എങ്കിലും അവോയ്ഡ് ചെയ്യുക. പക്ഷെ 3 and 9 ആക്ച്വലി ന്യൂമറോളജിയിൽ തീർച്ചയായിട്ടും ചെയ്യേണ്ട റെമഡിയാണ്. കംപ്ലീറ്റ്ലി അവോയ്ഡ് നോൺ വെജും ഈ പറഞ്ഞ പോലെ ആൽക്കഹോളും ഒക്കെ. കാരണം നമ്മൾ ബേസിക്കലി നമ്മൾ ജനിച്ചേക്കണ ഒരു പർപ്പസിന് വേണ്ടിയാണ്. അതാണ് നമ്മുടെ പർപ്പസ് എന്ന് വെച്ചാൽ ഇവിടെ ആഹാരം കഴിച്ചും മദ്യപിച്ചും ജീവിക്കാനുള്ള പർപ്പസ് അതല്ല ഒരാളുടെ പർപ്പസ്. അതെ, അത് കളയാൻ അല്ല, അതല്ല നമ്മുടെ പർപ്പസ് ആക്ച്വലി. സോ ഈ ഒരു പർപ്പസ് മീറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറഞ്ഞ പോലെ അവരുടെ നമ്പേഴ്സിന്റെ അവയർനെസ്സിൽ കൂടെ ജീവിക്കുക എന്നുള്ളതാണ്. സോ നമ്മുടെ പ്രേക്ഷകർ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് 2026 പോവുകയാണെങ്കിൽ അവർക്ക് അതിൻ്റെതായ ബെനിഫിറ്റ്സ് കിട്ടും. സോ ഇതൊക്കെയാണ് നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്. ഐ ഹോപ്പ് നമ്മുടെ പ്രേക്ഷകർക്ക് വിൽ ഹാവ് എ വെരി ഗുഡ് ഹാപ്പി ന്യൂ ഇയർ 2026. തീർച്ചയായിട്ടും. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് കണ്ടുമുട്ടുന്നത് വരെ സൈനിങ് ഓഫ് നൗ യുവർ ഫ്രണ്ട് ഗുർദീപ് കൗർ. താങ്ക് യു.